ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ പണമിടപാട് ചെയ്യാൻ സാധ്യതയുള്ള വാട്സപ്പ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ആണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങളിതുവരെ ടെക് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടെക് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജായ ടെക് ഇൻ മലയാളം എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് വാട്സപ്പ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പണമിടപാട് ആപ്പുകളും അപ്ഡേഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. കാരണം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് എന്നതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് നമ്മുടെ ഏതാണോ ബാങ്ക് അത് സെലക്ട് ചെയ്യുക. എൻ്റെ ഫെഡറൽ ബാങ്ക്, എൻ്റെ കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ഏതാണോ ബാങ്ക് ആ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം SIM 1 SIM 2 അതിൽ നിങ്ങളുടെ ഏത് നമ്പറാണോ ആ ബാങ്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അതായത് OTP വരും. ഞാനിത് ഓൾറെഡി ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തതായതുകൊണ്ട് വെരിഫിക്കേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. OTP വരുന്നില്ല. നിങ്ങളുടെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ OTP വരും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വന്നതാണ്. അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഇത് ബ്ലാങ്കായിട്ട് കിടക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കുന്നത്. അത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. അത് നമ്മൾ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് പല മെത്തേഡിലൂടെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ന്യൂ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ 4 ഓപ്ഷൻ ഉണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, നമുക്ക് UPI വഴി UPI ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ സ്കാൻ ചെയ്തിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് നമ്മുടെ നമ്പർ ഉള്ളവരെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പണമിടപാട് ചെയ്യാൻ കഴിയും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് പണമിടപാട് ചെയ്യണമെങ്കിൽ നമ്മുടെയും അവരുടെയും അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരിക്കണം ബാങ്കുമായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക.